ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് +2 മാത്തമാറ്റിക്സിൻ്റെ പാർട്ട് 3 ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് എനിക്കൊന്ന് എന്താ ഇവിടെ ഇൻവേഴ്സിന് എന്തോ കളി വരുന്നുണ്ട്. പിന്നെ ഇൻവേഴ്സും മറ്റേതാണ് നമ്മളെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് അവിയൽ ഒരുക്കി സാമ്പാർ വലിയ ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്നു. കൺസിഡർ എഫ്. ഈ R+ എന്ന് പറയുന്നത് എന്നാ ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, അതായത് 0 മുതൽ ഇൻഫിനിറ്റി വരെ ഇല്ലതിനെയാണ് ഏതെന്ന് പറയുന്നത് +R എന്ന് പറയുന്നത്. -R ഉണ്ട് +R ഉണ്ട്. -R +R ചേരുമ്പോഴാണ് R എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് കിട്ടുന്നത്. ഇതേതിനും പോസിറ്റീവ് നമ്പേഴ്സ് മുതൽ എടുത്തം വരെ -5 to ഇൻഫിനിറ്റി വരെ. അപ്പോൾ റേഞ്ച് അല്ല നമ്മുടെ കോഡോമൈൻ എന്ന് പറയുന്നത് എന്താണ് -5 to ഇൻഫിനിറ്റി. ഗിവൺ ദാറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 9x² + 6x - 5. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഇസ് ഇൻവെർട്ടിബിൾ F ഇൻവേഴ്സ് y. പിന്നെ F ഇൻവേഴ്സ് y എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യണം. പിന്നെ എന്താണ് ഫംഗ്ഷനെ ഇൻവേർട്ടിബിൾ ആണെന്ന് തെളിയിക്കണം, അതായത് ഇതിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് തെളിയിക്കണം. പിന്നെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു പറഞ്ഞ എക്സ്പ്രഷനാണ് അതിലേക്ക് എത്തിക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതാ ഹിയർ എന്തായാലും f(x) എടുത്തിട്ടുണ്ട്. പിന്നെ ലെറ്റ് y ബി എനി ആർബിറ്ററി എലമെൻറ്റ്, അതായത് ഈ -5 മുതൽ ഇൻഫിനിറ്റി വരെ ഇല്ലതിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റാണ്, ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു എലമെൻറ്റാണ് y എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, y = f(x). നമുക്ക് എന്തായാലും ഇവിടെ എന്താണ് ഇൻവെർട്ടിബിൾ എന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പൊതുവെ ഈ പറയുന്ന കണ്ടീഷൻ എടുക്കും. y = f(x) എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സിൻ്റെ ടേംസിലേക്ക് അതിനെ മാറ്റി എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യുക, F ഇൻവേഴ്സ് y അടിക്കുമ്പോൾ എക്സിൻ്റെ ടേംസിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, എവിടെയെല്ലാം y കാണുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയും x കാണുന്നില്ല, അതിനെല്ലാം പകരം y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തായാലും ഇങ്ങനെ വെറുതെ പറയാൻ കൂടി നിങ്ങൾക്ക് തിരിയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ചെയ്ത് നോക്കാം. y = 9x² + 6x - 5. എനിക്ക് തോന്നുന്നത് ഈ y-നെ 3x + 1 the whole square. ഇവർ ആക്ച്വലി ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ചാൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. ഏത് ഈ എക്സിൻ്റെ ഈ 6ൻ്റെ പകുതി എത്ര, 3ൻ്റെ സ്ക്വയർ 9. അപ്പോൾ എന്ത് ചെയ്തത്, 9x² + 6x വേറെ എവിടെയെങ്കിലും എഴുതാം. 9x² + 6x + 9 - 9. കാരണം എന്താ, ഒരു ടേം എക്സ്ട്രാ ആയിട്ട് അതിനെ കൊണ്ട് സബ്ട്രാക്റ്റും ചെയ്യണം. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ഒരു -5. അങ്ങനെ തന്നെയല്ലേ ഇല്ലത്, 3 സ്ക്വയർ -1 -5. അപ്പോൾ ഇതെന്തായി മാറി, ഇത് 3x + 1 the whole square. ഓക്കെ ഇവിടെ എന്തോരം എനിക്ക് മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. ഇവിടെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ട് എല്ലാം ഒന്നും ചെയ്യുന്നത്. ഇവരിങ്ങനെ ഇതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതി, 3x + 1 the whole square -1 -5. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്, 3x-ൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9x² + 1-ൻ്റെ സ്ക്വയർ 1. പിന്നെന്താ, പിന്നെ ആ 1ഉം ഈ -1ഉം ക്യാൻസലായി ഇപ്പോൾ. പിന്നെ എന്ത് ചെയ്യും, ഇവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ ഇവിടെ ഒരു 1നെ കൊണ്ട് ആഡ് ചെയ്ത് ഓക്കെ മനസ്സിലായി. ഇവരെന്താ ഇവിടെ ആക്ച്വലി ചെയ്തതെന്ന് വെച്ചാൽ 9x² + 6x ഒരു 1നെ കൊണ്ട് ആഡ് ചെയ്ത് ഒരു 1നെ കൊണ്ട് സബ്ട്രാക്ട് ചെയ്ത് പിന്നെ ഒരു -5 ഉണ്ട്. ഇതെന്തായി മാറി, ഇതാണ് 3x + 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണ് പെട്ടെന്ന് ഈ ഒരു ഒബ്സർവേഷൻ വേറെ 1നെ കൊണ്ടാണ് ആഡ് ചെയ്യേണ്ടത്, അതേ 1നെ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുന്നത് മനസ്സിലാണ്. അപ്പോൾ ഈ -1 -5 -6 ആയി. അപ്പോൾ ഇതെന്താ, ഇത് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് പ്രകാരം. അപ്പോൾ എന്താ 3x + 1 the whole square -1 -5 എന്ന് പറയുമ്പോൾ -6. അപ്പോൾ എന്താണ് 3x ഇപ്പോൾ ഈ -6ന് ഇപ്പുറത്തേക്ക് പറഞ്ഞു വെച്ചാൽ, അപ്പോൾ 3 അതായത് ഈ y-ൻ്റെ അടുത്തേക്ക് എന്താണ് 6നെ പറഞ്ഞു വെച്ചാൽ, അപ്പോൾ 3x + 1 ഹോൾ സ്ക്വയർ = y + 6. അപ്പോൾ എന്താ ഇതിൻ്റെ അപ്പോൾ എന്താണ് 3x + 1 എന്ന് പറയുമ്പോൾ, കാരണം നമുക്ക് എക്സിൻ്റെ ടേംസിലിട്ടുണ്ട്. അപ്പോൾ എന്താ ഇതിന് സ്ക്വയർ റൂട്ട് എടുക്കുക. ഇതിപ്പോൾ സ്ക്വയർ എങ്ങനെയാണ് പോവുക, ഇവിടെ ഒരു സ്ക്വയർ റൂട്ട് എടുക്കും. അപ്പോൾ എന്താ റൂട്ട് y + 6. അപ്പോൾ എക്സ് എന്തായിരിക്കും, എന്താണ് √y + 6 / 3 -1. ഇതായിരിക്കും നമ്മൾ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ therefore f is on to എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഇവിടെ എന്താണ് ഡിനോമിനേറ്ററിൽ 0 എന്ന കേസൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് എന്താണ് y-ക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതായത് നമുക്കൊരു റിയൽ വാല്യൂ കിട്ടും. അപ്പോൾ എന്താ ഈ പറയുന്നത് ഫംഗ്ഷൻ ഓൺ ടു, നമ്മളൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഇവിടെ ഇപ്പോൾ ഒരു x - 3 അല്ലായിരുന്നു ഡിനോമിനേറ്ററിൽ, ഇല്ലെങ്കിൽ നമ്മൾ r- ഈ പറയുന്ന പ്രശ്നക്കാരനായിട്ട് 3 നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 0 ഇട്ട് കഴിഞ്ഞാൽ 6 √6 - 1 / 3 എന്തായാലും അതൊരു എന്താണ് ഫ്രാക്ഷൻ പോലത്തെ ഒരു നമ്പർ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, g(y) = ഈ പറഞ്ഞാൽ നമുക്ക് കിട്ടി. നമ്മൾ y-ൻ്റെ ടേംസിൽ എഴുതുമ്പോൾ √y + 6 - 1 / 3 g(y). f എന്താണ് നമുക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തില്ല, ഇതൊരു വേറൊരു ഫംഗ്ഷൻ. എഫിന് നമ്മൾക്ക് ഓൾറെഡി ഇങ്ങനെ കിട്ടി. ഇനി g എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് ഇത് മുതൽ ഇവിടുത്തെ വരെ, അതായത് നിങ്ങൾ ആലോചിക്കുക, ഇൻവേഴ്സ് ആകുമ്പോൾ ഇത് f(x)ൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഒരു മാപ്പിംഗ് എന്ന് പറയുന്നത് R+ മുതൽ അല്ലെങ്കിൽ +R മുതൽ -5 to ഇൻഫിനിറ്റി ആണെങ്കിൽ ഈ g(x) അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, ഇനി നേരെ റിവേഴ്സ്, നേരെ തിരിഞ്ഞ സാധനം. അപ്പോൾ എന്താ -5 to ഇൻഫിനിറ്റി ടു എടുത്തം വരെ +R, R+ അല്ലെ +R വരെ. അപ്പോൾ അങ്ങനെയായി.
അപ്പോൾ ജി ഓഫ് എഫ്, അതായത് ജി കോമ്പോസിഷൻ ഓഫ് എഫ് ഓഫ് എക്സ് സിക്കൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ജി ഓഫ് എന്താണ് 9x² + 6x -5 ജി ഓഫ് എക്സ്. ഓക്കെ, എന്താണ് അപ്പോൾ ജി ഓഫ്, അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് 3x + 1² - 6. അപ്പോൾ എന്താ ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നമ്മൾ ഈ ആ പറയുന്നത് എന്താ, അപ്പോൾ ഈ എക്സിനെല്ലാം ഇവിടെ കാണുന്നുണ്ടോ, അപ്പോൾ അതിന് പകരം ഈ പറയുന്ന ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ റൂട്ട് ഓഫ് എന്താണ് 3x + 1² അല്ല അങ്ങനല്ല, ഇപ്പോൾ എന്താണ് ഈ പറയുന്ന വൈക്ക് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വൈക്ക് പകരം 3x + 1² - 6, പിന്നെ ഒരു +6, ഇനി -6ഉം +6ഉം ക്യാൻസൽ ആയി പോകും, പിന്നെ ഒരു -1 / 3. അപ്പോൾ ഇതെന്തായാലും എന്താണ് ഇത് ഈ സ്ക്വയറും ഇതും കൂടി ക്യാൻസൽ ആയി പോയി 3x + 1 - 1, അപ്പോൾ ഈ -1ഉം 1ഉം ക്യാൻസൽ ആയി, പിന്നെ എന്താ 3x/3 അതായത് 3x / 3 ഇത് കട്ടായിട്ട് എക്സ് വന്ന്. അപ്പോൾ നമുക്ക് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എക്സ് കിട്ടി. അപ്പോൾ എന്താ എഫ് ഓഫ് ഇനി എന്ത് ചെയ്യുക, അതിന് നേരെ മറ്റേ ചെയ്ത് കൊടുക്കുക, എഫ് ഓഫ് ജി ഓഫ് വൈ കണ്ടുപിടിക്കുക. അപ്പോൾ എഫ് ഓഫ് ജി ഓഫ് വൈ എഫ് ഓഫ് എന്താണ് നമ്മൾ ജി ഓഫ് വൈ എന്താ √y + 6 - 1 / 3. അപ്പോൾ എന്താണ്, അപ്പോൾ ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് എന്താണ്, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഒരു 3 ഇൻറ്റു ഈ എക്സിന് പകരം എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ പറയുന്ന √y + 6 - 1 / 3. അപ്പോൾ എന്താ +1² കാരണം ഹോൾ സ്ക്വയർ -6. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുള്ളൂ. എന്തായാലും ഈ ഒരു 3ഉം ഈ 3ഉം ക്യാൻസൽ ആയിപ്പോയി, പിന്നെന്താ ഈ പറഞ്ഞ -1ഉം +1ഉം ക്യാൻസൽ. ഇനി എന്താ ബാക്കിയുള്ളത് √y + 6 ഹോൾ സ്ക്വയർ. എന്നാലും ഈ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയിട്ട് y + 6, പിന്നെ എന്താ ഇവിടെ ഒരു -6 ഉണ്ട്. അപ്പോൾ ഇതേതിൽ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി, പിന്നെ ഒരു എന്താണ് ഇവിടെ ഒരു റൂട്ട് എന്താണ് y + 6 ആയിരുന്നു, അപ്പോൾ ഈ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി, ഇവിടെ ഒരു -6 ഉണ്ട്. അപ്പോൾ 6ഉം -6ഉം ക്യാൻസൽ ആയിട്ട് ലാസ്റ്റ് എന്ത് വന്ന്, ഈ 6ഉം -6ഉം ക്യാൻസൽ ആയിട്ട് ലാസ്റ്റ് y വന്ന്. അപ്പോൾ എന്താ ഇതും ഓക്കെ, ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സും കിട്ടി, എഫ് ഓഫ് ജി ഓഫ് വൈ എന്ന് പറയുന്ന വൈയും കിട്ടി. അപ്പോൾ നമുക്ക് ഹെൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി, ഹെൻസ് എഫ് ഇസ് ഇൻവെർട്ടിബിൾ ആൻഡ് ഇൻവേഴ്സ് ഓഫ് എഫ് ഇസ് ഗിവൺ ബൈ എഫ് ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് വൈ ഈക്വൽ എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച സാധനം √y + 6 - 1 / 3. അപ്പോൾ എന്താ ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ കോമ്പോസിഷൻ ഫംഗ്ഷനിൽ എന്ത് ചെയ്യുക, അതായത് ജി ഓഫ് എഫ് ഓഫ് എക്സ് എടുക്കുമ്പോൾ ഫൈനലി നമ്മൾ എങ്ങനെ കട്ടിങ്സ് ഫിറ്റിങ്സ് എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ലാസ്റ്റ് എക്സ് കിട്ടണം. ഈ എഫ് ഓഫ് ജി ഓഫ് വൈ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എങ്ങനെയെങ്കിലും തിരിഞ്ഞു മറിഞ്ഞു എന്താ പറയുക ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ട് എന്താണ് ഫുള്ള് ഞാൻ പറയില്ല, ഇത് കട്ട് ചെയ്ത് ലാസ്റ്റ് ഇത് എന്താ പറയുക ഇതെല്ലാം കട്ട് ചെയ്ത് ലാസ്റ്റ് നമുക്ക് വൈയും കിട്ടണം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഫംഗ്ഷന് അതിൻ്റെ ഇൻവെർട്ടിബിൾ എന്ന് പറയാൻ വേണ്ടി പറ്റും. അതിന് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് y is equal to g of y equal to √y + 1 - 1 / 3. ഹെൻസ് ദി പ്രൂഫ് എന്താ ഇത് നമ്മൾ പ്രൂവ് ചെയ്ത്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി കണ്ടിട്ട് ഈ ഒരു പാർട്ടങ്ങ് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ പാഠമല്ല ഈ ഒരു പാർട്ടങ്ങ് അവസാനിപ്പിക്കുക. നമുക്കിനി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x + 3 / 6x - 4x നോട്ട് ഈക്വൽ ടു 2/3. എന്തുകൊണ്ടായിരിക്കും x നോട്ട് ഈക്വൽ ടു 2/3 എഴുതിയത്, ഇവിടെ ഒരു ഡിനോമിനേറ്ററിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഈ 6x - 4 നോട്ട് ഈക്വൽ ടു 0, ഈ -4 ഇപ്പുറത്തേക്ക് പറഞ്ഞേക്ക് 6x നോട്ട് ഈക്വൽ ടു 4, അപ്പോൾ x നോട്ട് ഈക്വൽ ടു 4/6. ഓക്കെ സോറി അപ്പോൾ എന്താ ഇതിൽ നിന്ന് ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഇത് 2 ഇത് 3. അപ്പോൾ അത് അങ്ങനെയാണ് അത് ആക്ച്വലി എന്ത് വന്നത്, x നോട്ട് ഈക്വൽ ടു 2/3 എന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ എന്താ ഷോ ദാറ്റ് എഫ് ഓഫ് എഫ്, അപ്പോൾ എന്താ ഇതൊരു കോമ്പോസിഷനാണ് എഫ് ഓഫ് എഫ്. അപ്പോൾ എന്താണ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം ഫോർ ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇത് എന്താണ് എക്സ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഫോർ ഓൾ എക്സ് നോട്ട് ബിലോങ്സ് ടു ഈ പറയുന്ന എക്സ് 2/3 വെച്ചിട്ടുള്ള ബാക്കി എല്ലാ വാല്യൂസിനും ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് അതും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന എഫ് ഓഫ് എന്നാണ് ഈ പറഞ്ഞ നമ്മളെ ഇനീഷ്യൽ ഫംഗ്ഷൻ 4x + 3 / 3x - 4. ഇനി എന്താ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എന്ത് ചെയ്യുക, ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഇതുണ്ടല്ലോ കംപ്ലീറ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഈ 4x + 3 / 6x - 4 എക്സിന് പകരം കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇനി എന്താ സംഭവിക്കുമെന്ന് നോക്കുമല്ലോ. അപ്പോൾ 4 ഇൻറ്റു ഈ എക്സിൻ്റെ പകരം എന്താണ് ഈ കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 4x + 3 / 6x - 4 പ്ലസ് എന്തുണ്ട് 3 ഉണ്ട്. ഇത് ആക്ച്വലി എന്താണ് 4x + 3 എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ എന്താ ഞാൻ ഈ എക്സിന് പകരം ഈ കംപ്ലീറ്റ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, പിന്നെ എന്താ 6x - 4. അപ്പോൾ ഞാൻ എന്താണ് 6 ഇൻറ്റു ഈ എക്സിന് പകരം ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ പറഞ്ഞ അതേ ഫംഗ്ഷന് 4x + 3 / 6x - 4, പിന്നെ എന്താ ഇവിടെ ഒരു -4 ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതിനി സോൾവ് ചെയ്തിട്ട് നിങ്ങൾ എക്സ് എന്താണ് എക്സിലേക്ക് എത്തിക്കുമെന്നില്ല നിങ്ങളെ ടാസ്ക്. ഇതിങ്ങനെ ചെയ്യുക, ഇതിപ്പോൾ 4 × 4 16x, 4 × 3 12, പിന്നെ മറ്റേ ഒരു മിനിറ്റ് ഒരു കാര്യം ചെയ്യാം, നമുക്കിതിനാ ആദ്യം ആ പറയുന്ന ഒരു ഫ്രാക്ഷൻ ആദ്യം നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 6x - 4 + 3/1. ഇത് എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ 4x + 3 × 1 എന്ന് പറയുന്ന 4x + 3, പിന്നെന്താ പ്ലസ്
3 ഇൻറ്റു എന്താണ് 6x എന്ന് പറയുമ്പോൾ 18x. 3 ഇൻറ്റു -4 -12 അല്ല -12. ഓക്കെ, എന്തായാലും ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇവിടുത്തെ എന്താണ്, എന്തായാലും ഇവിടെ ഈ ഡിവൈഡഡ് ബൈ എന്ത് വരും, ഡിവൈഡഡ് ബൈ ഒരു 6x - 4 ഉണ്ടാവും. അതേപോലെ ഇത് രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഒരു 6x - 4 താഴെ ഡിനോമിനേറ്ററില്ല. അപ്പോൾ ഈ ഒരു 6x - 4ഉം ഈ 6x - 4 എന്തായാലും ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ അത് ആലോചിക്കുക. പിന്നെ ഇനി എന്തല്ല ബാക്കിയുള്ളത് 4x. ആക്ച്വലി എന്താവില്ല, ഈ പറഞ്ഞ 4 ഇതിൽ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ആവില്ല. ഈ പറയുന്ന 4 എന്ന് പറയുന്ന ഈ ഒരു ബ്രാക്കറ്റിൽ മാത്രമേ മൾട്ടിപ്ലൈ ആവും. അപ്പോൾ എന്താണ്, ഒരു മിനിറ്റ്. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഞാൻ കൺഫ്യൂഷനായി. ഇപ്പോൾ ഇവിടെ ഒരു ബോർഡ് മാസ് റൂൾ ഉണ്ട്. അതായത് നമ്മൾ ആദ്യം അതായത് മറ്റേ ബോർഡ് മാസ് എന്ന് പറയുമ്പോൾ ബോർഡ് മാസ്, എനിക്ക് ആക്ച്വലി ഇത് അവിടെ കൺഫ്യൂഷൻ ആയത്. ഈ ബ്രാക്കറ്റ് ആദ്യം നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ 4 ഇൻറ്റു 4x + 3 ഡിവൈഡ് ബൈ 6x - 4 + 3. ഇത് ഈ ഫ്രാക്ഷൻ ചെയ്യുന്ന മുൻപ് ആദ്യം എന്ത് ചെയ്യണം, ഞാൻ ഇതിലേക്ക് ആദ്യം മൾട്ടിപ്ലൈ, ഞാൻ കാണിച്ചത് അതെങ്ങനെ വരുന്നതെന്നല്ല. 4 ഇൻറ്റു 4x 16x, 4 ഇൻറ്റു 3 + 12 ഡിവൈഡഡ് ബൈ 6x - 4 പ്ലസ് എന്താണ് 3/1. ഇനി എന്ത് ചെയ്യുക, ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ് 16x + 12 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 16x + 12 എന്താണ്, പിന്നെ പ്ലസ് 3 ഇൻറ്റു 6x എന്ന് പറയുന്നത് 18x, 3 ഇൻറ്റു -4 -12. ഇനി ഇവിടെ എന്തുണ്ട്, ഇനി ഒരു ഡിവൈഡഡ് ബൈ ഒരു ഏതുണ്ട് 6x - 4. അതേപോലെ നമുക്ക് മറ്റേതും ചെയ്ത് നോക്കുക. 6 ഇൻറ്റു 4x + 3 ഡിവൈഡഡ് ബൈ എന്താണ് 6x - 4 എന്താണ് -4. ആദ്യം നമുക്ക് ഈ പറയുന്ന ബ്രാക്കറ്റ് ആദ്യം സോൾവ് ചെയ്യുക. അപ്പോൾ എന്താ 6 ഇൻറ്റു 4x 24x, 6 ഇൻറ്റു എന്താണ് 3 എന്ന് പറയുന്നത് 18 ഡിവൈഡഡ് ബൈ 6x - 4, പിന്നെ എന്താ അവിടെ ഒരു -4 ഉണ്ട്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 24x + 18 ഇൻറ്റു 1 എന്ന് പറയുന്നത് 24x + 18 എന്താണ് -4 ഇൻറ്റു എന്താ 4 ഇൻറ്റു 6x എന്ന് പറയുന്നത് എന്താണ് 24x, പിന്നെന്താണ് ഈ പറഞ്ഞ -4 ഇൻറ്റു -4 എത്ര +16 ഡിവൈഡഡ് ബൈ എന്ത് 6x - 4. നമുക്ക് എന്ത് ചെയ്യുക, ഈ പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ ഒരു ഡിനോമിനേറ്ററിലല്ല, അതായത് ഇത് ഡിവൈഡഡ് ബൈ ഇതിലാണല്ലോ 24x + 18x -24x + 16 ഡിവൈഡഡ് ബൈ 6x - 4. ഇത് എനിക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം, റെഡ് മഷി വെച്ച് കാണിച്ചു തരാം. ഇത് കണ്ട ഈ 6x - 4ഉം ഈ 6x - 4ഉം ക്യാൻസൽ ആയി പോയി. അപ്പോൾ എന്ത് ഈ സ്റ്റെപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല, അതാണ് അത് ആക്ച്വലി ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താ 16x + 12 + 18x - 12 നമ്മൾ എഴുതിയ പോലെ തന്നെ. പിന്നെ ഈ 6x - 4 6x - 4 ക്യാൻസൽ ആയി പോയി. പിന്നെ ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ എന്താ ബാക്കിയത് 24x + 18 -24x + 16. ഇതാലോചിച്ച് നോക്കും, ഈ 24xും -24xും ക്യാൻസൽ ആയി പോയി. പിന്നെന്താ ഈ 12ഉം -12ഉം ക്യാൻസൽ ആയി. ഇനി ഇവിടെ എന്തായാലും ബാക്കിയുള്ളത് 16 ചക്ക + 18 ചക്ക 34 ചക്ക, 18 + 16 34. അപ്പോൾ എന്താ 34 കട്ട് അവസാനം ആദ്യം എക്സ് ബാക്കിയായി. അപ്പോൾ ഹെൻസ് ദി പ്രൂഫ്, ഹെൻസ് f of x = x എന്നാണ് ഫോർ ഓൾ എക്സ് നോട്ട് ബിലോങ്സ് ടു, അതായത് 2/3 അല്ലാതെ വരുന്ന ബാക്കി ഏത് വാല്യൂ ഓഫ് എക്സിന് എന്താണ് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. f of x = ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. അപ്പോൾ എന്താ ഗിവൺ ദ ഫംഗ്ഷൻ ഇസ് ഇൻവെർട്ടിബിൾ ആൻഡ് ദി ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇറ്റ് സെൽഫ് എന്താണ് ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് സെൽഫാണ്. അപ്പോൾ എന്താ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻവേഴ്സും, അതായത് f is equal to f ഇൻവേഴ്സ്, ഇതാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു i. അപ്പോൾ ഇതാണ് ആക്ച്വലി എന്താണ് ഈ പറഞ്ഞ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഒരു ഡെഫിനേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സോൾവ് ചെയ്ത് ലാസ്റ്റ് എക്സ് കിട്ടുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, നമുക്ക് പറഞ്ഞ എന്താണ് ഹെൻസ് ദി പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുതി കൊടുക്കുക. അപ്പോൾ എന്താണ് ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പ് ആലോചിക്കുക, എങ്ങനെയാണ് നമ്മൾ കോമ്പോസിഷൻ എടുക്കുന്നതെങ്കിലും കറക്റ്റ് മനസ്സിലാക്കുക. പിന്നെ എന്താണ് വെറുതെ ഇങ്ങനത്തെ കാൽക്കുലേഷൻ, ഞാൻ വ്യക്തി പോലത്തെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് നിങ്ങൾ വെറുതെ സില്ലി മിസ്റ്റേക്സ് ചെയ്തല്ലോ. ഞാൻ ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എന്നിട്ട് ഇതാക്കുന്നത്, അതൊന്നും നിങ്ങൾ അങ്ങനത്തെ തെറ്റുകളൊന്നും കാണിക്കരുത്. ഇതൊക്കെ ബേസിക്സ് ആണ്. ഞാൻ ബേസിക്സ് വരെ തെറ്റിച്ച് കളഞ്ഞ്, അതാണ് അറിയേണ്ടത്. അതാണ് ഞാൻ LKG ലെവലായിപ്പോയി ഞാൻ പെട്ടെന്ന്. എന്നാണ് ഈ ബോർഡ് മാസ് ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഓർഡർ, പിന്നെ ഡിവിഷന്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇതാണ് എൻ്റെ പ്രയോറിറ്റി ഓർഡർ. ബ്രാക്കറ്റ് ആദ്യം കാണുന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ് ആദ്യം പ്രയോറിറ്റി കൊടുക്കണം, എന്നിട്ടാണ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മര്യാദയ്ക്ക് പഠിക്കുക എന്നുള്ളതാണ്.